വിശദവാർത്തയ്ക്ക് മുമ്പ് പ്രധാന വാർത്തകൾ. Today's headlines brought to you by Sigtron panel lights. Simply exceptional. സ്മാർട്ട് സിറ്റി കരാർ ലംഘിച്ച ടികോമിന് സർക്കാർ നഷ്ടപരിഹാരം നൽകുന്നതിനെതിരെ ആഞ്ഞടിച്ച് പ്രതിപക്ഷം. ടികോമിന് ഖജനാവിൽ നിന്ന് വൻ തുക കൊടുക്കാനുള്ള പിൻവാതിൽ ഇടപാടെന്ന് രമേശ് ചെന്നിത്തല. കണ്ണായ ഭൂമി ഇഷ്ടക്കാർക്ക് കൊടുക്കാൻ പോകുന്നെന്ന് പ്രതിപക്ഷ നേതാവ്. ടികോമിനെതിരെ നടപടി വേണമെന്നും വി.ഡി. സതീശൻ. നഷ്ടപരിഹാരം കൊടുക്കണം. ഇതിന്റെ പുറകിൽ ഗൂഢമായ നീക്കങ്ങളുണ്ട്, അഴിമതിയുണ്ട്. ഇതിൽ നിന്ന് പിന്മാറാനുള്ള കാരണം എന്താണെന്ന് കേരള സമൂഹത്തെ ബോധ്യപ്പെടുത്തുന്നതിന്റെ ഉത്തരവാദിത്വം ഇവർക്കുണ്ട്. ടികോമിനെ ഒഴിവാക്കിയതിന്റെ വിവരങ്ങൾ നൽകാതെ സർക്കാരിന്റെ ഒളിച്ചുകളി. വിവരാവകാശ പരിധിയിൽ സ്വകാര്യ കമ്പനി വരില്ലെന്ന് മറുപടി. നിർണായക ചർച്ചയാകുമെന്ന് കരുതിയ സിൽവർ ലൈൻ യോഗം നീണ്ടത് മിനിറ്റുകൾ മാത്രം. ബ്രോഡ് ഗേജ് നിർദ്ദേശത്തിൽ റെയിൽവേയും കെറെയിലും യോഗത്തിൽ കൈക്കൊണ്ട നിലപാടിനെപ്പറ്റി ഒരു സൂചനയുമില്ല. ചർച്ച പോസിറ്റീവെന്ന ഒറ്റവാചകത്തിൽ മറുപടി ഒതുക്കി കെറെയിൽ MD. സിൽവർ ലൈനിൽ ചർച്ച ഇനിയും നീളും. കോഴിക്കോട് ചെറുത്തുനിൽപ്പ് പ്രതിഷേധം തുടങ്ങി. കെറെയിൽ വിരുദ്ധ സമരസമിതി. വയനാടിനായി കേന്ദ്രം എന്ത് നൽകുമെന്നറിയാൻ കാതോർത്ത് കേരളം. അമിത്ഷാ ഉച്ചകഴിഞ്ഞ് പാർലമെന്റിൽ നിലപാടറിയിക്കുമെന്ന് സൂചന. നാടിന്റെ ആവശ്യത്തിനൊപ്പം നിൽക്കാത്തത് കേരളത്തിൽ നിന്നുള്ള 3 BJP MPമാരെന്ന് MV ഗോവിന്ദൻ. ഒന്ന് സുരേഷ് ഗോപി മന്ത്രി, പിന്നെ ജോർജ് കുര്യൻ മന്ത്രി, പിന്നെ PT ഉഷ രാജ്യസഭാ അംഗം. 3 ആൾ പോയിട്ടില്ല. ബാക്കി എല്ലാവരും പോയി. എല്ലാവരും ചേർന്നു. അവരെല്ലാം ആവശ്യപ്പെട്ടു കേരളത്തെ സഹായിക്കണം. പക്ഷേ കേരളത്തെ സഹായിക്കുന്നില്ല. കേന്ദ്ര അവഗണനക്കെതിരെ LDFന്റെ സംസ്ഥാന വ്യാപക പ്രതിഷേധം. ലീഗ് അനുകൂലികൾക്ക് വഴങ്ങി സംസ്ഥാന നേതൃത്വം. ആദർശ സംരക്ഷണ സമിതിയുടെ പരാതി ചർച്ച ചെയ്യാൻ സന്നദ്ധത അറിയിച്ചു. മുഷാവറയ്ക്ക് മുമ്പായി ഇരുവിഭാഗങ്ങളെയും ചർച്ചയ്ക്ക് വിളിക്കും. തീരുമാനം അനുകൂലമായതോടെ വാർത്താ സമ്മേളനം വേണ്ടെന്ന് വെച്ച് ആദർശ സംരക്ഷണ സമിതി. കാസർകോട്ടെ പ്രവാസിയുടെ മരണത്തിൽ വഴിത്തിരിവ്. 1 കൊല്ലം മുമ്പ് നടന്നത് മന്ത്രവാദ കൊലയെന്ന് തെളിഞ്ഞു. മന്ത്രവാദ സംഘത്തിലെ 4 പേർ അറസ്റ്റിൽ. പ്രതികൾ തട്ടിയെടുത്തത് 596 പവൻ. അബ്ദുൽ ഗഫൂർ മരിച്ചത് കഴിഞ്ഞ വർഷം ഏപ്രിലിൽ. എലത്തൂരിലെ ഇന്ധനച്ചോർച്ചയിൽ HPCLന്റെ ഭാഗത്ത് ഗുരുതര വീഴ്ചയെന്ന് ഡെപ്യൂട്ടി കലക്ടർ. ഉച്ചയ്ക്ക് ശേഷം അടിയന്തര യോഗം വിളിച്ച ജില്ലാ കലക്ടർ. ഇന്ധനച്ചോർച്ച കണ്ടെത്തിയത് ഇന്നലെ. അധികൃതർ ഉണർന്നത് നാട്ടുകാർ ഒന്നടങ്കം പ്രതിഷേധിച്ചതോടെ. മന്ത്രി AK ശശീന്ദ്രൻ വൈകിട്ട് സ്ഥലത്തെത്തും. പള്ളിത്തർക്കത്തിൽ സർക്കാരിന് ഓർത്തഡോക്സ് സഭയുടെ രൂക്ഷ വിമർശനം. 2017 വിധി മറികടക്കാൻ കുറുക്കുവഴിയില്ലെന്ന ബോധ്യപ്പെടുത്തലെന്ന് സഭാ സെക്രട്ടറി. സർക്കാർ പക്ഷം ചേരുന്നെന്ന് ആരോപണം. രാഷ്ട്രീയ ലാഭത്തിന് ശ്രമിക്കാതെ പ്രശ്നം പരിഹരിക്കണമെന്ന് ബിജു ഉമ്മൻ. സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ നിന്ന് ടികോമിനെ ഒഴിവാക്കുമ്പോൾ നഷ്ടപരിഹാരം നൽകാനുള്ള സർക്കാർ നീക്കം വിവാദത്തിൽ. ടികോമിനാണ് വീഴ്ചയെങ്കിൽ എന്തിനാണ് നഷ്ടപരിഹാരം നൽകുന്നതെന്ന ചോദ്യമുയർത്തി പ്രതിപക്ഷ നേതാവ് രംഗത്തെത്തി. സർക്കാർ നീക്കം ഭൂമി കച്ചവടത്തിനെന്ന് രമേശ് ചെന്നിത്തലയും കുറ്റപ്പെടുത്തി. കൊച്ചി സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ നിന്നും പിന്മാറാനുള്ള തീരുമാനം ടികോം എടുത്തിരുന്നു. ഇതിനു പിന്നാലെയാണ് ടികോമിന് നഷ്ടപരിഹാരം നൽകി ഭൂമി തിരിച്ചുപിടിക്കാനുള്ള മന്ത്രിസഭാ തീരുമാനം. കരാർ ഒപ്പിട്ട് 13 വർഷമായിട്ടും കാര്യമായ പുരോഗതി ഉണ്ടാക്കാൻ ടികോമിന് കഴിഞ്ഞിട്ടില്ല. എങ്കിലും ടികോം മുടക്കിയ തുക എത്രയെന്ന് വിലയിരുത്തി നഷ്ടപരിഹാരം നൽകാമെന്നാണ് ചീഫ് സെക്രട്ടറി അധ്യക്ഷയായ സമിതി സർക്കാരിന് നൽകിയ ശുപാർശ. ഇത് അംഗീകരിക്കപ്പെട്ടതോടെ 240 ഏക്കർ ഭൂമി സർക്കാർ തിരിച്ചുപിടിക്കും. കരാർ പ്രകാരം പദ്ധതി പൂർത്തിയാക്കാത്തതിന് ടികോമിൽ നിന്ന് സർക്കാരിന് നഷ്ടപരിഹാരം ഈടാക്കാവുന്നതാണ്. പക്ഷേ അതിലേക്ക് സർക്കാർ കടക്കാത്തതാണ് അഴിമതി ആരോപണം ഉയർത്താൻ പ്രതിപക്ഷത്തെ പ്രേരിപ്പിച്ചത്. ടികോമിന് നഷ്ടപരിഹാരം കൊടുക്കാനുള്ള തീരുമാനം എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഗവൺമെന്റ് എടുക്കുന്നത്? ദുരൂഹതകളല്ല. ഭൂമി ആർക്കോ കൊടുക്കാനാണ് നീക്കമെന്നും പ്രതിപക്ഷം കുറ്റപ്പെടുത്തുന്നു. ഒരു പിൻവാതിൽ ഇടപാടാണ് ഈ നടക്കുന്നത്. ഇതൊരു കാരണവശാലും കേരളത്തിന് അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല. ഈ നടപടി റദ്ദ് ചെയ്തുകൊണ്ട് ടികോമിനെതിരെ നടപടി സ്വീകരിക്കുകയാണ് ഗവൺമെന്റ് ചെയ്യേണ്ടത്.
ടീകോമിനെ ഒഴിവാക്കിയാലും പുതിയ നിക്ഷേപ പങ്കാളികളെ കണ്ടെത്തി പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് സർക്കാർ വിശദീകരണം. നമുക്ക് സ്ഥലം ഉപയോഗിച്ചാൽ മതിയാവും. വലിയ ഡിമാൻഡ് ഉണ്ട്. അത് നല്ല രീതിയിൽ തന്നെ IT കമ്പനികൾ അവിടെ കൊണ്ടുവരാൻ കഴിയും. അതിനാവശ്യമായിട്ടുള്ള ഒരു തീരുമാനം എന്ന നിലയിലാണ് ഇതിനെ കാണുന്നത്. പുതിയ പങ്കാളിയെ കിട്ടിയില്ലെങ്കിൽ ഭൂമി ഇൻഫോ പാർക്കിന് കൈമാറുന്നതും സർക്കാർ പരിഗണനയിലുണ്ട്. മീഡിയ 1 തിരുവനന്തപുരം. ഇതുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. ടീകോമിന് നഷ്ടപരിഹാരം നൽകാനുള്ള മന്ത്രിസഭാ തീരുമാനം കരാറിന് വിരുദ്ധമാണ്. സ്മാർട്ട് സിറ്റി പദ്ധതി പരാജയപ്പെട്ടാൽ നഷ്ടപരിഹാരം ഈടാക്കേണ്ടത് ടീകോമിൽ നിന്നാണെന്നാണ് കരാർ. 2007 കരാറിന്റെ പകർപ്പ് മീഡിയ 1 ലഭിച്ചു. വിവരങ്ങൾ നൽകാൻ സെയ്ഫ് സൈനുലാബ്ദീൻ ചേരുകയാണ്. സെയ്ഫ്, ഇത് വരുന്ന വാർത്ത പ്രകാരം സർക്കാരിൻ്റേത് ഒളിച്ചുകളിയാണ് എന്നുള്ള സൂചനകളാണല്ലോ ഇപ്പോൾ നമുക്ക് ലഭിച്ച ഈ രേഖ പറയുന്നത്. അതെ നൗഫൽ, അങ്ങനെ തന്നെയാണ് കണക്കാക്കാൻ കഴിയുക. 2007 VS അച്യുതാനന്ദൻ സർക്കാരിന്റെ കാലത്താണ് ടീകോം കമ്പനിയുമായി, ദുബായിലുള്ള ടീകോം കമ്പനിയുമായി സംസ്ഥാന സർക്കാർ സ്മാർട്ട് സിറ്റിയുടെ കരാർ ഒപ്പിടുന്നത്. ആ കരാർ പ്രകാരം വിവിധ നിബന്ധനകൾ അതിനകത്ത് ഉൾപ്പെടുത്തിയിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിബന്ധന എന്നുള്ളത് 10 വർഷം കൊണ്ട് 90,000 തൊഴിലവസരങ്ങൾ സ്മാർട്ട് സിറ്റിയുടെ പ്രദേശത്ത് സൃഷ്ടിക്കും എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിബന്ധന. അതിനൊപ്പം തന്നെ 88 ലക്ഷത്തോളം വരുന്ന ചതുരശ്ര അടി കെട്ടിടം അവിടെ നിർമ്മിക്കും. അതിൽ 69 ലക്ഷത്തോളം ചതുരശ്ര അടി കെട്ടിടം IT മേഖലയ്ക്ക് മാത്രമായി സ്മാർട്ട് സിറ്റി നൽകണം. ഇതായിരുന്നു പ്രധാനപ്പെട്ട നിബന്ധന. ഇത് 10 വർഷത്തിനുള്ളിൽ പൂർത്തീകരിക്കണമെന്ന് കരാറിൽ തന്നെ വ്യക്തമാക്കിയിരുന്നു. അത് ഓരോ വർഷവും ഇത്രത്തോളം കെട്ടിടങ്ങൾ നിർമ്മിക്കുകയും അത്രത്തോളം കെട്ടിടങ്ങളിൽ ആൾക്കാരെ കൊണ്ടുവരാൻ വേണ്ടിയുള്ള തീരുമാനമെടുക്കുകയും നടപ്പാക്കുകയും ചെയ്യുമെന്ന് കൃത്യമായി തന്നെ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ പദ്ധതി തുടങ്ങി ഇത്രയും വർഷം കഴിഞ്ഞിട്ടും അത് എന്താണോ ലക്ഷ്യം വെച്ചത് ആ ലക്ഷ്യത്തിലേക്കിന്റെ അതിന്റെ 10% പോലും പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ചാണെങ്കിൽ ഏതാണ്ട് 6-7 ലക്ഷം ചതുരശ്ര അടി കെട്ടിടം മാത്രമാണ് ഇതുവരെ സ്മാർട്ട് സിറ്റിയുടെ ആ പ്രദേശത്ത് നിർമ്മിച്ചിട്ടുള്ളത്. അതായത് വിചാരിച്ചതിന്റെ 10% പോലും പൂർത്തീകരിക്കാൻ കഴിയാതെ ഇരിക്കുകയും അതിന് പിന്നാലെ തന്നെ ടീകോമിനെ ഒഴിവാക്കാൻ വേണ്ടിയുള്ള മന്ത്രിസഭാ തീരുമാനം ഇന്നലെ ഉണ്ടാവുകയും ചെയ്തു. ടീകോമിനെ ഒഴിവാക്കുമ്പോൾ കരാർ പ്രകാരമാണെന്നുണ്ടെങ്കിൽ 2007 കരാർ പ്രകാരമാണെന്നുണ്ടെങ്കിൽ സംസ്ഥാന സർക്കാരിന് ഇങ്ങോട്ടാണ് ടീകോം പണം നൽകേണ്ടത്. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന പ്രകാരം ഇങ്ങോട്ടാണ് പണം നൽകേണ്ടത്. കാരണം സമയബന്ധിതമായി അത് പൂർത്തീകരിക്കുന്നില്ല എന്നുള്ളത് അവരുടെ വീഴ്ചയായിട്ടാണ് കണക്കാക്കുന്നത്. ഇപ്പോൾ വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരു കരാറുണ്ടായിരുന്നു. ഇത്ര സമയത്തിനുള്ളിൽ അത് പൂർത്തീകരിച്ചില്ലെങ്കിൽ ഓരോ ദിവസവും ഇത്ര ലക്ഷം രൂപ വെച്ച് സംസ്ഥാന സർക്കാരിന് വിഴിഞ്ഞം നൽകണം, അല്ലെങ്കിൽ അദാനി പോർട്സ് നൽകണം എന്നുള്ള കരാറുണ്ടായിരുന്നു. പിന്നീട് അത് ഈ ഓഖി പ്രളയമൊക്കെ വന്ന സമയത്താണ് അത് വേവ് ചെയ്ത് കൊടുത്തത്. അതേപോലെ അല്ല ഇത് പ്രകൃതി ദുരന്തവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഈ പദ്ധതിയെ ബാധിച്ചിട്ടില്ല. ഇത് 10 വർഷം കൊണ്ട് ആ പദ്ധതി പൂർത്തീകരണത്തിലേക്ക് എത്തിച്ചിട്ട് മാത്രമല്ല, എന്താണോ ലക്ഷ്യം വെച്ചത് അതിന്റെ ഒരു 10% പോലും പൂർത്തീകരിക്കാൻ വേണ്ടി ടീകോം കമ്പനിക്ക് കഴിഞ്ഞിട്ടുമില്ല. അങ്ങനെ നോക്കുമ്പോൾ കരാറിന് വിരുദ്ധമായിട്ടാണ് അവർക്ക് അങ്ങോട്ട് പണം നൽകിക്കൊണ്ട് അവരെ ഒഴിവാക്കാൻ വേണ്ടിയുള്ള നീക്കം സംസ്ഥാന സർക്കാർ നടത്തുന്നത്. ഒരു കമ്മിറ്റി ഇതിനു വേണ്ടി ഇന്നലെ മന്ത്രിസഭാ യോഗം ചുമതലപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഈ നഷ്ടപരിഹാര തുക അങ്ങോട്ട് നൽകി അവരെ ഒഴിവാക്കാൻ വേണ്ടിയുള്ള നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് ഒരു കമ്മിറ്റിയെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ആ കമ്മിറ്റിയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ അവർക്ക് പണം കൊടുത്ത് അവരെ ഒഴിവാക്കുക എന്നുള്ള തീരുമാനം എടുക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെ 246 ഏക്കർ സ്ഥലമാണ് അവിടെ ടീകോം കമ്പനിക്ക് നൽകിയിരുന്നത്, സ്മാർട്ട് സിറ്റി പണിയാൻ വേണ്ടി നൽകിയിരുന്നത്. അത് കാഴ്ച കിടക്കുന്നു എന്നതിനപ്പുറത്തേക്ക് എന്തെങ്കിലും പണി അവിടെയും നൽകിയിട്ടില്ല. അതുകൊണ്ട് ആ ഭൂമി തിരിച്ചെടുത്തുകൊണ്ട് പുതിയ ആരെങ്കിലും കൊണ്ടുവന്നുകൊണ്ട് ഒന്നുകിൽ ഇൻഫോ പാർക്ക് അല്ലെങ്കിൽ പുതിയ സംരംഭകരെ കൊണ്ടുവന്നുകൊണ്ട് ആ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയാണ് അവരെ ഒഴിവാക്കുന്നതെന്ന് വിശദീകരണം സംസ്ഥാന സർക്കാർ നൽകുന്നുണ്ട്. നല്ല കാര്യം. അത് പുതിയ ആൾക്കാരെ കൊണ്ടുവന്ന് ഈ പദ്ധതി നടപ്പാക്കുന്നില്ല, പുതിയതായ ആൾക്കാരെ കൊണ്ടുവന്ന് നടപ്പാക്കാനാണെന്നുണ്ടെങ്കിൽ ഓക്കെ. പക്ഷേ നമുക്ക് കിട്ടേണ്ട പണം അവരിൽ നിന്ന് വാങ്ങിയെടുക്കാതെ അവർക്ക് അങ്ങോട്ട് പണം കൊടുത്ത് ഒഴിവാക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുന്നത് കരാറിന് വിരുദ്ധമാണെന്നാണ് നമുക്ക് ഈ കരാർ വായിക്കുമ്പോൾ അറിയാൻ കഴിയുന്നത്. സൂചിപ്പിച്ചതും ഈ കരാറിന്റെ രേഖകളും തെളിയിക്കുന്നത് അത് തന്നെയാണ്. അതായത് ഈ കരാറിന്റെ നഗ്നമായ ലംഘനമാണ് ഈ മന്ത്രിസഭാ തീരുമാനം എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം ഒരു കമ്പനി 13 വർഷമായി അതിന് നടത്തിപ്പ് ചുമതലയിലുണ്ടായിട്ടും അതിൻ്റെ ലക്ഷ്യത്തിൻ്റെ അടുത്തുപോലും എത്താൻ അവർക്ക് സാധിച്ചിട്ടില്ല. വലിയ തൊഴിലവസരങ്ങൾ 90,000 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നൊക്കെ പറഞ്ഞ് ആരംഭിച്ച ഒരു പദ്ധതി, അതിൻ്റെ അവസ്ഥ ഇപ്പോൾ നമുക്ക് അറിയുകയും ചെയ്യാം. ഇങ്ങനെയുള്ളൊരവസ്ഥയിൽ ഈ കരാർ പൊതുമണ്ഡലത്തിലുള്ള സ്ഥിതിക്ക് സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ മന്ത്രിസഭ എങ്ങനെയാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് പോവാൻ അവർക്ക് സാധിക്കുക? കരാർ പ്രകാരവും നിലവിലുള്ള വ്യവസ്ഥ പ്രകാരവും സംസ്ഥാന സർക്കാരിന് അങ്ങനെ ഒരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇപ്പോ കേരളത്തിന്റെ ഭൂമി ഏതാണ്ട് 105 കോടി രൂപ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ടെന്നാണ് ഈ കരാറിന് നമുക്ക് പൂർണ്ണമായിട്ട് വായിച്ചെടുക്കാൻ കഴിഞ്ഞില്ല. വന്ന ഉടനെ ഞാൻ അത് ഷെയർ ചെയ്യുകയാണ് ചെയ്തത്. അതുകൊണ്ട് ഏതാണ്ട് ഒരു 30 പേജുള്ള കരാറാണ്. അത് പൂർണ്ണതോതിൽ വായിച്ചാൽ മാത്രമേ ഇതിനകത്ത് മറ്റെന്തൊക്കെ കാര്യങ്ങളുണ്ട് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ. നൗഫൽ, എന്തായാലും കരാർ പ്രകാരം സംസ്ഥാന സർക്കാരിന്
അവർ ഇങ്ങോട്ട് ഈ വ്യവസ്ഥ പൂർത്തീകരിച്ച് ആ പദ്ധതി പൂർണ്ണതോതിൽ നടപ്പാക്കില്ല എങ്കിൽ ടീകോം കമ്പനി ഇങ്ങോട്ട് പണം നമുക്ക് നൽകേണ്ടതാണ്. ആ വ്യവസ്ഥയിൽ പറയുന്ന ഒരു കാര്യങ്ങളും നടപ്പാക്കിയിട്ടില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. 90,000 തൊഴിൽ എന്ന് പറഞ്ഞിട്ട് 10,000-ൽ പരം തൊഴിൽ മാത്രമാണ് ഇവിടെ സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിനൊപ്പം തന്നെ ഈ തൊഴിലിനുള്ള സംവിധാനം ഒരുക്കണമെങ്കിൽ 246 ഏക്കർ വരുന്ന സ്ഥലത്ത് 88 ലക്ഷം ചതുരശ്ര അടി കെട്ടിടം അവിടെ പണിയണം. അതിൽ 69 ലക്ഷം ചതുരശ്ര അടി കെട്ടിടവും IT മേഖലയ്ക്ക് വേണ്ടി മാത്രം നൽകണം എന്നുള്ള നിബന്ധന അതിനകത്ത് ഉൾപ്പെടുത്തിയിരുന്നു. കഴിഞ്ഞ കുറച്ച് കാലം മുമ്പ് വരെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തിരക്കുമ്പോൾ ഉദ്യോഗസ്ഥരും അല്ലെങ്കിൽ അന്ന് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നിന്ന ആൾക്കാരുമായി സംസാരിക്കുമ്പോഴെല്ലാം 6.5 ലക്ഷം അല്ലെങ്കിൽ 7 ലക്ഷം ചതുരശ്ര അടി കെട്ടിടം മാത്രമാണ് അവിടെ പൂർത്തീകരിച്ചിട്ടുള്ളതെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, ടീകോം കമ്പനിക്ക് ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാനുള്ള യാതൊരുവിധ താല്പര്യവും ഇല്ല എന്ന് ബോധ്യപ്പെടുത്തുന്ന തരത്തിലാണ് അവർ ഇടപെടലുണ്ടായിരുന്നത്. അവരെങ്ങനെങ്കിലും ഇവിടെ നിന്നൊന്ന് വിട്ടുപോയാൽ മതി എന്ന മാനസികാവസ്ഥയിലേക്ക് അവർ എത്തിച്ചേരുന്നു, ആ കമ്പനി എത്തിച്ചേരുന്നു. എന്താണ് കാര്യം എന്നുള്ളത് അതിനകത്ത് വ്യക്തത വരേണ്ടതാണ്. സർക്കാരിനെ അവർ നേരിട്ട് അറിയിച്ചു എന്ന കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വരേണ്ടതാണ്. എന്തായാലും ആ ഭൂമി അങ്ങനെ കിടന്നു പോകേണ്ടില്ല. സതുദ്ദേശപരമായിട്ടാണ് ഞങ്ങളിത് ചെയ്തതെന്നാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ വിശദീകരിക്കുന്നത്. കാരണം ഈ പദ്ധതി നടപ്പാക്കേണ്ട രീതിയിൽ അത് നടപ്പാക്കിയില്ല. അത് ഭൂമി അന്യാധീനപ്പെട്ട് പോകുന്നുണ്ട്, വെറുതെ കിടക്കുകയാണ്. 240 ഏക്കർ ഭൂമി അത് വലിയ വ്യവസായ മേഖലയാക്കി IT ഹബ്ബാക്കി മാറ്റാൻ പറ്റുന്ന സ്ഥലമാണ് കൊച്ചിയിലെ സ്മാർട്ട് സിറ്റി എന്ന് പറയുന്ന പ്രദേശം. അതങ്ങനെ കിടന്നു പോകേണ്ടതില്ല എന്നുള്ളത് കൊണ്ട് അവരെ ഒഴിവാക്കുകയാണ് ഞങ്ങൾ. എന്നിട്ട് പുതിയ സംരംഭകരെയോ ഇല്ലെങ്കിൽ പുതിയ കമ്പനിയുമായി കരാർ ഏർപ്പെടുകയോ അല്ലെങ്കിൽ ഇൻഫോ പാർക്കിനെ അത് ഏൽപ്പിച്ച് അത് എന്താണോ സർക്കാർ നേരത്തെ ഉദ്ദേശിച്ചത് ആ രീതിയിലേക്ക് അതിനെ വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയാണ് ഇവരെ ഒഴിവാക്കുന്നത് എന്ന വിശദീകരണം സതുദ്ദേശപരമാണ് എന്ന് അവർ വിശദീകരിക്കുന്നു. അങ്ങനെ സതുദ്ദേശപരമാണെന്ന് വിശദീകരിക്കുന്നതിനെ ന്യായീകരിക്കാൻ വേണ്ടി പറഞ്ഞാൽ പോലും അവിടെ ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. സതുദ്ദേശപരമായി ചെയ്യുന്നതെങ്കിൽ അവർക്ക് അങ്ങോട്ട് നഷ്ടപരിഹാരം കൊടുക്കേണ്ടതില്ല എന്നുള്ളതാണ്. അത് പൊതുജനത്തിന്റെ പണം എടുത്ത് അവർക്ക് അങ്ങോട്ട് നൽകിക്കൊണ്ട് തുടരുക. ഇപ്പോൾ ജോർജ് പൊടിപാറ നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ ജോർജ് പൊടിപാറ, ഈ സ്മാർട്ട് സിറ്റി പദ്ധതി ഏറെ കൊട്ടിഘോഷിക്കപ്പെട്ടതാണെന്ന് നമുക്കറിയാം. ഉമ്മൻചാണ്ടി സർക്കാർ ആലോചിക്കുകയും പിന്നീട് VS സർക്കാർ നടപ്പിലാക്കുകയും ചെയ്ത ഈ പദ്ധതി ഇപ്പോൾ 13 വർഷം പിന്നിട്ടിരിക്കുന്നു. ഇപ്പോഴാണ് അതിൻ്റെ നിർവഹണം നടത്തിയ ടീകോം കമ്പനിയെ ഒഴിവാക്കുന്നതിനെ തുടർന്ന് അവർക്ക് പണം നൽകാനും സംസ്ഥാന മന്ത്രിസഭ തീരുമാനിക്കുന്നു. പക്ഷേ ആ തീരുമാനം നേരത്തെയുള്ള കരാറിന് വിരുദ്ധമാണ് എന്നുള്ള രേഖകളാണ് ഇപ്പോൾ മീഡിയ വൺ പുറത്തുവിട്ടിരിക്കുന്നത്. താങ്കളുടെ പ്രതികരണം? തീർച്ചയായിട്ടും താങ്കൾ പറഞ്ഞ പോലെ തന്നെ വളരെ കൊട്ടിഘോഷിച്ച് ആരംഭിച്ച, അതായത് കേരളത്തിന്റെ IT ഭൂപടത്തിൽ വലിയ ഒരു കുതിച്ചാട്ടത്തിന് വഴിയൊരുക്കുന്ന ഒരു സംരംഭം എന്നുള്ള നിലയ്ക്കാണ് നമ്മൾ സ്മാർട്ട് സിറ്റി കരാറിനെ കണ്ടത്. പക്ഷെ 6 ലക്ഷം സ്ക്വയർ ഫീറ്റിന്റെ ഒരു മന്ദിരം പണിത് ഏതാണ്ട് 90,000 തൊഴിലവസരങ്ങൾ എന്ന് പറയുന്നിടത്ത് അതിന്റെ 3-1 പോലും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെട്ടില്ല. ഇപ്പോ സത്യം പറഞ്ഞ ആദ്യത്തെ വർഷം മുതൽ തന്നെ ഇത് പരാജയമാണ് എന്ന് വ്യക്തമായതാണ്. പക്ഷെ ഇപ്പൊ 13 വർഷം കഴിഞ്ഞു ഈ കരാർ കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് നമ്മൾ അതേക്കുറിച്ച് ആലോചിക്കുന്നത്. മാത്രമല്ല നമ്മുടെ വ്യവസായ മന്ത്രി പറഞ്ഞതുപോലെ ഇപ്പൊ കൊച്ചിയിലാണെങ്കിൽ ധാരാളം ഇപ്പൊ നിലവിലുള്ള സംവിധാനത്തിൽ നമ്മുടെ ഇൻഫോ പാർക്കിനൊന്നും സ്ഥലം കൊടുക്കാൻ കഴിയാതെ കമ്പനികൾ കാത്തു നിൽക്കുകയാണ്. അപ്പൊ പുതിയ സ്ഥലങ്ങൾ ഉണ്ടാക്കിയേ തീരൂ. അതിനുള്ള ഭൂമിയാണെങ്കിൽ കൊച്ചിയിൽ അവൈലബിൾ അല്ലാത്തൊരു സാഹചര്യമുണ്ട്. അപ്പോൾ സർക്കാർ ആലോചിക്കുന്ന ഒരു നല്ല കാര്യം തന്നെയാണ്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കരാർ വ്യവസ്ഥകളിൽ ഇല്ലാത്ത ഏതെങ്കിലും രീതിയിൽ സംരംഭത്തിന് ടീകോം പരാജയപ്പെട്ടാൽ ഇങ്ങോട്ട് നഷ്ടപരിഹാരം വേണമെന്ന് കരാർ വ്യവസ്ഥകളിൽ ഉണ്ടായിരിക്കെ എന്തിനാണ് ഇപ്പൊ നഷ്ടപരിഹാരം കൊടുത്തവരെ ഒഴിവാക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അതായത് കരാർ വ്യവസ്ഥ പ്രകാരം അവർ പരാജയപ്പെട്ടാൽ നഷ്ടപരിഹാരം ഇങ്ങോട്ട് തരേണ്ട സ്ഥാനത്ത് നഷ്ടപരിഹാരം അങ്ങോട്ട് കൊടുത്ത് അവരെ ഒഴിവാക്കാൻ ആലോചിക്കുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഗൂഢോദ്ദേശമുണ്ടോ, അതല്ലെങ്കിൽ അങ്ങനെ ഒരു രീതിയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകുന്നതിന്റെ പിന്നിൽ വേറെ എന്തെങ്കിലും അജണ്ടയുണ്ടോ എന്ന് സംശയിക്കേണ്ടി വരും. സത്യത്തിൽ സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ടീകോം പരാജയപ്പെട്ടാൽ ഉദ്ദേശ ലക്ഷ്യങ്ങൾ നിറവേറ്റാൻ അവർക്ക് കഴിയുന്നില്ലെങ്കിൽ അതിൽ സ്റ്റേക്ക് ഹോൾഡർ ആയിട്ടുള്ള 16% സ്റ്റേക്ക് ഹോൾഡറാണ് സംസ്ഥാന സർക്കാർ. ഏത് സമയത്തും ഇടപെടാനുള്ള ഒരു അവസരമാണ് അതിലൂടെ സംസ്ഥാന സർക്കാരിന് കിട്ടിയത്. പക്ഷെ നിർഭാഗ്യവശാൽ നമ്മൾ 13 വർഷക്കാലം ഒന്നും ചെയ്തില്ല. അവര് വലിയ പരാജയം. പക്ഷേ ടീകോമിന്റെ ഭാഗത്തുള്ള ന്യായം ഇതാകാം. കാരണം അവർ ഒരുപാട് നിക്ഷേപം ഇതിനകം നടത്തിക്കഴിഞ്ഞു. അവിടുത്തെ കെട്ടിടം ഉണ്ടാക്കുന്നതിന് മറ്റ് സൗകര്യങ്ങൾ ഒരുക്കുന്നതിനൊക്കെ വലിയ നിക്ഷേപം അവർ നടത്തിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ആ നിക്ഷേപം തിരിച്ചു കിട്ടണമെന്നുള്ളൊരു ആവശ്യം ഒരുപക്ഷെ അവർ ഉന്നയിക്കാനുള്ള സാധ്യതയുണ്ട്. അതാകാം ഒരുപക്ഷെ മന്ത്രിസഭയുടെ അല്ലെങ്കിൽ സർക്കാരിന്റെ ന്യായം. ഒരുപക്ഷെ അതായിരിക്കാം. കാരണം സർക്കാർ ആഗ്രഹിക്കുന്ന രീതിയിൽ പെട്ടെന്ന് അവരെ മാറ്റാൻ കഴിയില്ല. അവർ ചിലപ്പോൾ നിയമ നടപടികളിലേക്ക് പോകും. അപ്പൊ സ്വാഭാവികമായിട്ട് അത് കാലതാമസം ഉണ്ടാവും. നേരെ മറിച്ച് ടീകോമിന് കൂടി സ്വീകാര്യമായൊരു വ്യവസ്ഥ ഉണ്ടാക്കിയാൽ ഒരു നഷ്ടപരിഹാരം അവർ ഇതുവരെ ഇൻവെസ്റ്റ് ചെയ്തതിന് നിർമ്മിച്ച മന്ദിരത്തിന്
ഒക്കെ ഒരു നഷ്ടപരിഹാരം നിശ്ചയിച്ച് കൊടുത്താൽ പെട്ടെന്ന് കാര്യങ്ങൾക്ക് ഒരു പരിഹാരമാവും. ഏതാണ്ട് 240 ഏക്കർ സ്ഥലം സർക്കാരിന് കിട്ടും. ഇൻഫോ പാർക്കിൽ സ്ഥലം ഇല്ലാതിരിക്കെ ഇപ്പൊ കാത്തു നിൽക്കുന്ന കമ്പനികൾക്ക് പുതുതായിട്ട് അവസരം കൊടുക്കാൻ പറ്റും. അതിലൂടെ കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കാൻ കഴിയും, വരുമാനം കൂട്ടാൻ പറ്റും. സർക്കാരിന്റെ നല്ല ഉദ്ദേശത്തെ അംഗീകരിച്ചുകൊണ്ട് തന്നെ ഈ കരാർ ലംഘനത്തെക്കുറിച്ചുള്ള വാർത്തകളും വിവാദങ്ങളും വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ നന്ദി ശ്രീ ജോർജ് പൊടിവാറ പ്രതികരിച്ചതിന്. സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ നിന്ന് ടികോമിനെ ഒഴിവാക്കാനുള്ള തീരുമാനം വിചിത്രമാണെന്നാണ് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറിയും മുൻ IT മന്ത്രിയുമായ PK കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം. വൻകിട പദ്ധതികളോട് ഇടതുപക്ഷത്തിന് എന്നും നെഗറ്റീവ് സമീപനമാണെന്നും കുഞ്ഞാലിക്കുട്ടി വിമർശിച്ചു. ഒരു കാര്യം ഉറപ്പാണ്, വളരെ വിചിത്രമായൊരു തീരുമാനം. അതുപോലെ തന്നെ എല്ലാ സക്സസീവായിട്ടുള്ള ഇടതുപക്ഷ ഗവൺമെൻറ്റുകളുടെ ഈ വലിയ ഇൻവെസ്റ്റ്മെൻറ്റിനോടുള്ള ഒരു അപ്രോച്ച്, അതാണ് കാര്യങ്ങളെ ഈ സ്ഥിതിയിൽ എത്തിച്ചത്. അത് ഉറപ്പിച്ച് പറയാൻ കഴിയും. ആദ്യകാലത്ത് എന്തൊരു എന്തൂസിയാസമായിരുന്നു. ആ എന്തൂസിയാസം ഗുണം ചെയ്യുന്നുള്ളതിൻ്റെ തെളിവാണ് ഇൻഫോ പാർക്ക്, കൊച്ചിയിലെ ഇൻഫോ പാർക്ക്. പദ്ധതിയിൽ ടികോമിനെ ഒഴിവാക്കുന്നതിൽ വിവരങ്ങൾ നൽകാതെ സർക്കാരിന്റെ ഒളിച്ചുകളി. വിവരാവകാശ പരിധിയിൽ സ്വകാര്യ കമ്പനി വരില്ലെന്നാണ് ന്യായീകരണം. ടികോമുമായി ഉണ്ടാക്കിയ കരാർ പ്രകാരം സർക്കാരിന് സ്മാർട്ട് സിറ്റിയിൽ 16% ഓഹരിയുണ്ട്. പദ്ധതിയിൽ നിന്ന് ടികോമിനെ ഒഴിവാക്കാൻ സർക്കാർ ഇന്നലെയാണ് തീരുമാനിച്ചത്. ഇനി മറ്റൊരു പദ്ധതിയുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. നിർണായക ചർച്ചയെന്ന് കരുതിയ സിൽവർ ലൈൻ യോഗം നീണ്ടത് മിനിറ്റുകൾ മാത്രം. ദക്ഷിണ റെയിൽവേ ഉദ്യോഗസ്ഥരും കെറെയിൽ അധികൃതരും കൊച്ചിയിലാണ് യോഗം ചേർന്നത്. ബ്രോഡ്ഗേജ് നിർദ്ദേശത്തിൽ റെയിൽവേയും കെറെയിലും യോഗത്തിൽ കൈക്കൊണ്ട നിലപാടിനെപ്പറ്റി ഒരു സൂചനയുമില്ല. ചർച്ച പോസിറ്റീവെന്നും തുടർ ചർച്ചകൾ ഉണ്ടാകുമെന്നും കെറെയിൽ MD പ്രതികരിച്ചു. കെറെയിൽ MD അജിത് കുമാറും ദക്ഷിണ റെയിൽവേ ചീഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഷാജി സക്കറിയയുടെയും നേതൃത്വത്തിൽ കൊച്ചിയിലെ റെയിൽവേ ചീഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസിലായിരുന്നു കൂടിക്കാഴ്ച. അരമണിക്കൂർ മാത്രമാണ് കൂടിക്കാഴ്ച നടന്നത്. പോസിറ്റീവായ ചർച്ചയാണ് നടന്നതെന്നും തുടർ ചർച്ചകൾ ഉണ്ടാകുമെന്നും കെറെയിൽ MD അജിത് കുമാർ പ്രതികരിച്ചു. റെയിൽവേ ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് കുറേ മീറ്റിംഗ് ഉണ്ട്. ഇന്നത്തെ മീറ്റിംഗ് തീർന്നു. ശരി, ഓക്കെ, താങ്ക് യു. ഇത് കണ്ടിന്യൂസ് പ്രോസസ് ആയിരിക്കും. അതേസമയം സിൽവർ ലൈൻ വിരുദ്ധ ജനകീയ സമിതി എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. സർക്കാർ സിൽവർ ലൈൻ പദ്ധതി ഉപേക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് കോഴിക്കോട് ജില്ലയിലും പ്രതിഷേധം നടന്നു. സിൽവർ ലൈനിന്റെ DPRൽ മാറ്റം വരുത്തണമെന്ന് കേന്ദ്രം ആവശ്യപ്പെട്ടതിന് പിന്നാലെ നടത്തിയ ചർച്ചയും തുടർ ചർച്ചകളും പദ്ധതിക്ക് നിർണായകമാണ്. വന്ദേഭാരത് കൂടി ഓടിക്കാവുന്ന ബ്രോഡ്ഗേജ് പാത മതിയെന്ന കേന്ദ്രത്തിന്റെ നിർദ്ദേശം ഉൾക്കൊണ്ട് DPRൽ മാറ്റം വരുത്താൻ സംസ്ഥാനം തയ്യാറാകുമോ എന്നതാണ് ഇനി അറിയാനുള്ളത്. മീഡിയ 1 കൊച്ചി. സിൽവർ ലൈൻ പദ്ധതിയിൽ ആദ്യഘട്ടത്തിലെ ധാരണകളിൽ നിന്ന് റെയിൽവേ പിന്നോട്ടു പോയതാണ് സംസ്ഥാന സർക്കാരിനെ വെട്ടിലാക്കിയത്. സ്റ്റാൻഡേർഡ് ഗേജിൽ പാത നിർമ്മിക്കുകയെന്ന നിർദ്ദേശത്തെ തുടക്കത്തിൽ റെയിൽവേ ബോർഡും എതിർത്തിട്ടില്ലെന്ന് മിനിറ്റ്സ് വ്യക്തമാക്കുന്നു. 2019 ഡിസംബർ 19 യോഗത്തിന്റെ മിനിറ്റ്സാണ് മീഡിയ 1 ലഭിച്ചത്. സിൽവർ ലൈൻ പദ്ധതിയുടെ DPR അംഗീകരിക്കാത്തതിന് റെയിൽവേ പറയുന്ന പ്രധാനപ്പെട്ട കാരണം സ്റ്റാൻഡേർഡ് ഗേജിലാണ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത് എന്നാണ്. ഇതിനു പകരം ബ്രോഡ് ഗേജ് വേണമെന്നാണ് റെയിൽവേയുടെ ഇപ്പോഴത്തെ നിലപാട്. എന്നാൽ പദ്ധതിയുടെ തുടക്കത്തിൽ ഈ നിലപാട് റെയിൽവേക്ക് ഉണ്ടായിരുന്നില്ല. 2019 ഡിസംബർ 10 പദ്ധതി സംസ്ഥാനം റെയിൽവേ ബോർഡിന് മുൻപിൽ അവതരിപ്പിക്കുന്നത്. ഈ യോഗത്തിന്റെ മിനിറ്റ്സിന്റെ ആദ്യ ഭാഗത്ത് തന്നെ സ്റ്റാൻഡേർഡ് ഗേജുമായി മുന്നോട്ടു പോകാൻ തത്വത്തിൽ ധാരണയായി എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല, സ്റ്റാൻഡേർഡ് ഗേജ് എന്ന് തീരുമാനിക്കപ്പെട്ടത് റെയിൽവേയും സംസ്ഥാന സർക്കാരും തമ്മിൽ നടത്തിയ ചർച്ചകളുടെ അടിസ്ഥാനത്തിലാണെന്ന് സിൽവർ ലൈൻ പദ്ധതിയുടെ DPRന്റെ എക്സിക്യൂട്ടീവ് സമ്മറിയിലും കാണാം. ബ്രോഡ് ഗേജിൽ മാത്രമേ പദ്ധതി യാഥാർത്ഥ്യമാകൂ എന്ന് റെയിൽവേ വാശി പിടിച്ചാൽ സംസ്ഥാന സർക്കാർ കൂടുതൽ പ്രതിസന്ധിയിലാകും. ബ്രോഡ് ഗേജിൽ വിദേശ വായ്പ ലഭ്യമാവാനുള്ള സാധ്യത കുറയും. റെയിൽവേ നിർദ്ദേശങ്ങൾ അംഗീകരിക്കപ്പെട്ടാൽ ഇത് മറ്റൊരു റെയിൽവേ പാത മാത്രമായിരിക്കും. അതിനുവേണ്ടി സംസ്ഥാന സർക്കാർ പണം മുടക്കണമോ എന്ന ചോദ്യവും സർക്കാരിനെ വെട്ടിലാക്കുന്നുണ്ട്. KR സാജു, മീഡിയ 1, തിരുവനന്തപുരം. മുണ്ടക്കൈ ദുരന്തത്തിൽ കേന്ദ്ര അവഗണനയിൽ LDF പ്രതിഷേധം. രാജ്ഭവനിലേക്കും മറ്റു ജില്ലാ കേന്ദ്രങ്ങളിലേക്കുമായിരുന്നു സമരം. രാജ്ഭവൻ മാർച്ച് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. ദുരന്തത്തിൽ മുഖ്യമന്ത്രിയുടെ ആവശ്യപ്രകാരം പ്രധാനമന്ത്രിയെ കാണുന്നതിൽ നിന്നും കേരളത്തിലെ BJP MPമാർ വിട്ടുനിന്നുവെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ കുറ്റപ്പെടുത്തി. ഞങ്ങൾക്ക് സഹായം വേണമെന്ന് കേരളം ഒറ്റക്കെട്ടായി അസംബ്ലിയിൽ പ്രമേയം പാസാക്കി ഏകണ്ഠമായിട്ട്. ആ പ്രമേയമെല്ലാം ഉണ്ടായിട്ടും നരേന്ദ്രമോദിയോട് വന്നിട്ടും കണ്ടിട്ടും ഒരു തരത്തിലുള്ള മനസ്സ് അലിവും ഉണ്ടാവുന്നില്ല. അപ്പോഴാണ് ഇന്നലത്തെ മെമ്മോറാണ്ടം കൊടുക്കാൻ തീരുമാനിച്ചത്. 3 ആളെ ഇല്ലാണ്ടുള്ളൂ, 3 ആൾ പോയിട്ടില്ല. ഒന്ന് സുരേഷ് ഗോപി മന്ത്രി, പിന്നെ ജോർജ് കുര്യൻ മന്ത്രി,
പിന്നെ PT ഉഷ രാജ്യസഭാ അംഗം 3 ആൾ പോയിട്ടില്ല. ബാക്കി എല്ലാവരും പോയി. എല്ലാവരും ചേർന്നു. അവരെല്ലാം ആവശ്യപ്പെട്ടു കേരളത്തെ സഹായിക്കണം. പക്ഷെ കേരളത്തെ സഹായിക്കുന്നില്ല. നീലഗിരി പന്തലൂരിൽ വനംവകുപ്പിന്റെ വാഹനം കാട്ടാന തകർത്തു. ജീവനക്കാർ തലനാരിഴക്കാണ് രക്ഷപ്പെട്ടത്. ഇന്നലെ രാത്രിയായിരുന്നു സംഭവം. അഭിപ്രായ വ്യത്യാസമുള്ള വിഷയങ്ങളിൽ പോഷക സംഘടനാ നേതാക്കളുമായി സമസ്ത നേതൃത്വം ചർച്ച നടത്തും. ഉമർ ഫൈസിക്കെതിരായ നടപടി ഉൾപ്പെടെയുള്ള വിഷയത്തിൽ ലീഗ് അനുകൂല വിഭാഗം സമ്മർദ്ദം ശക്തമാക്കിയതോടെയാണ് നീക്കം. ഈ മാസം 11 ചേരുന്ന മുഷാവറ യോഗത്തിന് മുമ്പായി ചർച്ച നടക്കും. നേതൃത്വം അനുകൂല നിലപാട് അറിയിച്ചതോടെ ആദർശ സമ്മേളന സമിതി ഇന്ന് മലപ്പുറത്ത് നടത്താനിരുന്ന വാർത്താസമ്മേളനം ഒഴിവാക്കി. മുഹമ്മദ് അസ്ലമുണ്ട് വിവരങ്ങൾ നൽകാൻ. അസ്ലം, സമസ്ത ഇങ്ങനെയൊരു തീരുമാനത്തിലെത്തിയത് എങ്ങനെയാണ്? ഉമർ ഫൈസി മുക്കം സാദിഖലി തങ്ങൾക്കെതിരെ പരാമർശം നടത്തിയ ഉമർ ഫൈസി മുക്കത്തെ മുഷാവറയിൽ നിന്ന് പുറത്താക്കുക, CPM അനുകൂല നിലപാട് സമീപനം സ്വീകരിച്ച് സുപ്രഭാതത്തിനെതിരെ നടപടിയെടുക്കുക എന്നീ ആവശ്യങ്ങൾ പരസ്യമായി ഉന്നയിച്ചുകൊണ്ട് ലീഗ് അനുകൂല സമസ്തയിലെ ഭാരവാഹികളെല്ലാം ചേർന്ന് ആദർശ സംരക്ഷണ സമിതി, സമസ്ത ആദർശ സംരക്ഷണ സമിതി രൂപീകരിക്കുകയും ഇക്കാര്യം പരസ്യമായി ഉന്നയിക്കുകയും ചെയ്തു. ഇതുവരെ ഈ പാർട്ടിക്കകത്ത് അല്ലെങ്കിൽ സംഘടനയ്ക്കകത്ത് ഇത്തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും അത് പറയുന്നതിനപ്പുറത്തേക്ക് ഇതൊരു പുതിയൊരു വേദിക്ക് രൂപം നൽകിക്കൊണ്ട് സമ്മർദ്ദം ഉയർത്തിയോടുകൂടിയാണ് ഒരു ചർച്ചയിലേക്ക് പോകാൻ സമസ്ത തീരുമാനമെടുത്തത്. അതേസമയം ഏതെങ്കിലും 2 വിഭാഗത്തെ ചർച്ചയിലേക്ക് വിളിക്കുന്നതിലൂടെ 2 വിഭാഗം സംഘടനയ്ക്കകത്ത് ഉണ്ട് എന്നുള്ളൊരു പ്രതീതി വരുത്തും. അതുകൊണ്ട് തന്നെ സാധാരണഗതിയിൽ ഈ മുഷാവറയ്ക്ക് മുമ്പൊക്കെ ഈ പോഷക സംഘടനാ ഭാരവാഹികളുടെ കോർഡിനേഷൻ മീറ്റിംഗ് വിളിക്കാറുണ്ട്. അത്തരമൊരു മീറ്റിംഗ് വിളിച്ചുകൊണ്ട് എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യാമെന്ന കാര്യമാണ് ഇപ്പോൾ സമസ്ത ആദർശ സംരക്ഷണ ഭാരവാഹികളുടെ സംസ്ഥാന നേതൃത്വം അറിയിച്ചിരിക്കുന്നത്. ഇതിൽ നേരത്തെ തന്നെ CEC-യുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉയർന്ന ലീഗുമായി നേതൃത്വമുള്ള ചർച്ചാ ബന്ധം, അതോടൊപ്പം തന്നെ സ്വാഭാവികമായിട്ട് ഉമർ ഫൈസിക്കെതിരെ പുറത്താക്കണമെന്ന ഒരു വിഭാഗത്തിന്റെ ആവശ്യം, സുപ്രഭാതത്തിന്റെ നടപടി, അതോടൊപ്പം തന്നെ ലീഗ് വിരുദ്ധ സമീപനങ്ങൾ, സമസ്തയുടെ ആദർശ സമ്മേളനം എന്ന പേരിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ, ഇതെല്ലാം തന്നെ സ്വാഭാവികമായിട്ട് ഉയർത്തും. അതോടൊപ്പം തന്നെ മറുവിഭാഗവും PMA സലാമിനെതിരെ നടപടി വേണമെന്ന ആവശ്യം സംഘടന ശക്തമാക്കണം തുടങ്ങിയ ആവശ്യങ്ങളൊക്കെ ഉയർത്തും. എന്തായാലും ഇത്തരമൊരു ചർച്ചയ്ക്ക് അഭിപ്രായ വ്യത്യാസം പരസ്യമായതിനെ തുടർന്ന് ഒരു ചർച്ചയ്ക്ക് സംസ്ഥാന നേതൃത്വം തീരുമാനിച്ചു എന്നുള്ളതാണ്. ഈ മാസം 11-നാണ് മുഷാവറ ചേരുന്നത്. അതിന് മുന്നോടിയായി ചർച്ച നടക്കുമെന്ന സൂചനയാണ് സംസ്ഥാന നേതൃത്വം അറിയിച്ചിരിക്കുന്നത്. വിവരങ്ങളാണ് മുഹമ്മദ് അസ്ലം നൽകിയത്. ശിശുക്ഷേമ സമിതിയിലെ കുട്ടികളുടെ വൈദ്യപരിശോധന നടത്താൻ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി പ്രത്യേക മെഡിക്കൽ ടീമിനെ നിയോഗിച്ച് പരിശോധന നടത്താമെന്ന് ആവശ്യപ്പെട്ട് ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് കത്ത് നൽകും. 2.5 വയസ്സുകാരിയെ ആയമാർ ഉപദ്രവിച്ചത് വിവാദമായതോടെയാണ് തീരുമാനം. കുഞ്ഞുങ്ങളോട് പോലും ക്രൂരത കാണിക്കുന്ന ഇടമായി മാറിയ ശിശുക്ഷേമ സമിതി പിരിച്ചുവിടണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആവശ്യപ്പെട്ടു. വളരെ പരിണതപ്രജ്ഞരായ ആളുകൾ ഇരുന്ന ശിശുക്ഷേമ സമിതിയിൽ ഇന്ന് അവിടെയും ക്രിമിനലുകളുടെ താവളമാണ്. പാർട്ടിക്കാരുടെ ബന്ധുക്കൾക്കും അടുപ്പക്കാർക്കും ജോലി കൊടുത്ത് കുഞ്ഞുങ്ങളോട് പോലും ക്രൂരത കാണിക്കുന്ന ഏറ്റവും ഒരു വൃത്തികെട്ട സ്ഥലമായി ശിശുക്ഷേമ സമിതി മാറിയിരിക്കുകയാണ്. ക്രിമിനലുകളുടെ താവളമാണ്. എങ്ങനെയാണ് ഒരു CPM നേതാവ്, ഒരു ക്രിമിനൽ കൊലക്കേസിലെ പ്രതി അവിടെ ഇരിക്കുന്നത്? ഇത് ഈ ശിശുക്ഷേമ സമിതി അടിയന്തരമായി അത് പിരിച്ചുവിടണം. കോഴിക്കോട് എലത്തൂരിലെ ഇന്ധന ചോർച്ചയിൽ HPCL-ന് ഗുരുതര വീഴ്ചയെന്ന് ഡെപ്യൂട്ടി കലക്ടർ. വിവിധ വകുപ്പുകളുടെ സംയുക്ത പരിശോധനയ്ക്ക് ശേഷമാണ് പ്രതികരണം. ചോർച്ച പൂർണ്ണമായും തടയാൻ സാധിച്ചില്ലെന്നും ശാശ്വത പരിഹാരം വേണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. മന്ത്രി AK ശശീന്ദ്രൻ വൈകുന്നേരം പ്രദേശം സന്ദർശിക്കും. എലത്തൂരിലെ ഇന്ധന ചോർച്ചയിൽ ഹിന്ദുസ്ഥാൻ പെട്രോളിയം ഡിപ്പോയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചയുണ്ടായാൽ കർശന നടപടി സ്വീകരിക്കുമെന്ന് ജില്ലാ കലക്ടർ സ്നേഹിൽ കുമാർ സിംഗ് അറിയിച്ചു. മന്ത്രി AK ശശീന്ദ്രൻ അടിയന്തര റിപ്പോർട്ട് തേടിയതിന് പിന്നാലെ ദുരന്ത നിവാരണം ഡെപ്യൂട്ടി കലക്ടർ E അനിതകുമാരിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം ഡിപ്പോയിലെത്തി HPCL ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി. HPCL-ന് ഗുരുതര വീഴ്ചയുണ്ടായതായി അനിതകുമാരി പറഞ്ഞു. സംഭവസ്ഥലം സന്ദർശിച്ച ശേഷമായിരുന്നു പ്രതികരണം. HPന്റെ കയ്യിൽ അവർക്ക് വീഴ്ച പറ്റിയിട്ടുണ്ടെന്ന് നമുക്ക് ഉറപ്പാണ്. ആ വീഴ്ചയെ പറ്റിയുള്ള കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് അത് പരിഹരിക്കേണ്ടതെന്നും കൂടെയാണല്ലോ ഇപ്പം നോക്കുക. ഒരു സ്ലോപ്പ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് ആ ഡ്രെയിനിൽ നിന്ന് തിരിച്ച് ആ കോമ്പൗണ്ടിൽ ഉള്ളിലേക്ക് തന്നെ പോകുന്ന രീതിയിൽ സ്ലോപ്പ് കൊടുത്തിട്ട് സക്ക് ചെയ്തെടുത്ത് തിരിച്ചെടുത്ത്
അത് കംപ്ലീറ്റ് ആയിട്ട് വാട്ടർ ബോഡീസിലേക്ക് എത്താതെ റിമൂവ് ചെയ്യുക എന്നുള്ളത് ഏറ്റവും വേഗം നടപ്പാക്കാനുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇന്ധനം ടാങ്കിൽ നിറയുമ്പോൾ ഉള്ള അലാറം അടിച്ചില്ലെന്നും സാങ്കേതിക തകരാർ മൂലമുള്ള ഓവർഫ്ലോ മാത്രമാണെന്നുമാണ് അധികൃതരുടെ വിശദീകരണം. പ്രശ്നം പരിഹരിച്ചെന്ന് ഇന്നലെ HPCL അധികൃതർ പറഞ്ഞെങ്കിലും ഇപ്പോഴും പ്ലാന്റിൽ നിന്ന് ഡീസൽ ഓവുചാലിൽ എത്തുന്നുണ്ട്. എത്രത്തോളം ഡീസലാണ് പുറത്തേക്ക് ഒഴുകിയത് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ കണക്കുകളില്ല. സ്റ്റോപ്പമ്മ കൊടുത്തിട്ട് ബാക്കി കാര്യങ്ങൾ ആലോചിച്ച് ഈ സ്ഥാപനം ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്ത് കണ്ണൂർ ഒരു സ്ഥലം എടുത്തെന്ന് പറഞ്ഞ് കണ്ണൂരേക്ക് പോലുള്ള ഏർപ്പാട് അടിയന്തരമായി ചെയ്യണം. അതാണ് നാട്ടുകാരുടെ ആവശ്യം. ഇന്നലെ 3:30 ചോർച്ച നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. സംഭരണ കേന്ദ്രത്തിൽ നിന്നുള്ള ഡീസൽ സമീപത്തുള്ള ഓടയിലേക്ക് ഒഴുകുകയായിരുന്നു. 25ഓളം ഡ്രമ്മുകളിലാക്കിയാണ് ഡീസൽ മാറ്റിയത്. ഇതിനു മുൻപും ഇത്തരത്തിൽ ചോർച്ചയുണ്ടായതായി നാട്ടുകാർ പറയുന്നു. നിരവധി ആരോഗ്യ പ്രശ്നങ്ങളും ഇതുമൂലം ഉണ്ടാകുന്നതായാണ് നാട്ടുകാരുടെ പരാതി. മീഡിയ 1 കോഴിക്കോട്. നാളെ ആരംഭിക്കുന്ന ഇന്ത്യ-ഓസ്ട്രേലിയ 2ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ KL രാഹുൽ തന്നെ ഇന്ത്യയുടെ ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യുമെന്ന് ക്യാപ്റ്റൻ രോഹിത് ശർമ്മ. യശസ്വി ജയ്സ്വാളിനൊപ്പം രാഹുൽ ഓപ്പണറായി എത്തുമ്പോൾ രോഹിത് ശർമ്മ മധ്യനിരയിലേക്ക് മാറും. 2ാം ടെസ്റ്റിനുള്ള ഓസ്ട്രേലിയൻ പ്ലേയിംഗ് 11നെയും പ്രഖ്യാപിച്ചു. പരിക്കേറ്റ പേസ് ബോളർ ജോർജ് ഹേസൽവുഡിന് പകരം സ്കോട്ട് ബോളൻ ടീമിൽ ഇടം നേടി. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ മാഞ്ചസ്റ്റർ സിറ്റി വിജയവഴിയിൽ. നോട്ടിംഗ്ഹാം ഫോറസ്റ്റിനെ ഏകപക്ഷീയമായ 3 ഗോളുകൾക്ക് സിറ്റി തകർത്തു. തുടർച്ചയായ 4 തോൽവിക്ക് ശേഷമാണ് സിറ്റിയുടെ വിജയം. പോയിന്റ് ടേബിളിൽ ഒന്നാമതുള്ള ലിവർപൂൾ ന്യൂകാസിലിനോട് സമനില വഴങ്ങി. ആഴ്സണൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ ഏകപക്ഷീയമായ 2 ഗോളിന് തോൽപ്പിച്ചു. സൗതാംപ്ടൺ ചെൽസി 5-1 തകർന്നു. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 7,130 രൂപ, പവന് 57,040. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 5,895, പവന് 47,160 രൂപ. വെള്ളി ഗ്രാമിന് 99.